ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണാട്ടിൽ നിന്ന് രാവിലെ ഒരു സംഭവമായിട്ടാണ് കേട്ടോ വന്നത്. ഇതിന് പല പേരുകളുണ്ട്. പാറക്കൊഞ്ച് എന്നാണ് ഞങ്ങളൊക്കെ പറയണത്. എന്തായാലും ഇത് എങ്ങനെ വേവിച്ചാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മറ്റുള്ള ചെമ്മീൻ്റെയും കൊഞ്ചിൻ്റെയും കൂട്ടൊന്നുമല്ല, കുറച്ച് പാടാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. എന്നാലും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഇത് ക്ലീൻ ചെയ്തെടുത്തു. പൊതുവേ ചെമ്മീനും കൊഞ്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് കൊണ്ടുവരാറുണ്ട് ചെമ്മീനൊക്കെ. ഈ പച്ചക്കറി ആണെങ്കിൽ പോലും കുറച്ച് ചെമ്മീനിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. ക്ലീൻ ചെയ്ത് വെച്ച കൊഞ്ചിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ സംഭവം കിട്ടിയത്. അതിൽ വെള്ളമൊക്കെ വെട്ടിയിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിനിടയിൽ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഫ്രണ്ടിലിരുന്ന് കളിക്കുന്നുണ്ട്. ബോഡി ഗാർഡായിട്ട് വൃന്ദയെ ആൻറ്റി ഇരിപ്പുണ്ട് കേട്ടോ. വൃന്ദയെ ആദ്യമായിട്ടായിരിക്കും വീഡിയോയിൽ കാണുന്നത്. അതെൻ്റെ ഒരേ ഒരു സ്വീറ്റ് നാത്തൂനാണ് കേട്ടോ. നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരുന്ന നമ്മുടെ കൊഞ്ചൂട്ടനെ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ക്രഷ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പരുവത്തിലാണ് കേട്ടോ അത് കിട്ടിയത്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് ആവശ്യം. വൃന്ദക്ക് ഒന്ന് വീട്ടിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവളുടെ അച്ഛൻ വന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവേണം കേട്ടോ. അതിനിടയിൽ കാശുടൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അതങ്ങ് മാറി. അവനൊരു കൊച്ചു വണ്ടിപ്രാന്തനാണേ. നമുക്കിനി ബാക്കിയുള്ള പരിപാടിയിലോട്ട് അടക്കാം കേട്ടോ. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, ഒരു സവോള ഇത്ര എടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് ഈ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ഒതുക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് ഡ്രൈ ആയിട്ട് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാറക്കൊഞ്ചിൽ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കൊഞ്ചൂട്ടൻ നല്ല മുരുമുരാന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്ത് വെക്കാം. അപ്പുറത്തെ അടുപ്പിൽ അമ്മ മീൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വറുത്തത് കൂടാണ്ട് കറി വെച്ചത് വേറെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ മീനാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല, എന്തൊക്കെയോ ഉണ്ട്. ഇതാ നല്ല ആവി പറക്കുന്ന ചൂട് ചോറും മീൻ വറുത്തതും പിന്നെ മീൻ കറിയും പിന്നെ നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ പാറക്കൊഞ്ച് തോരൻ എല്ലാം റെഡിയാക്കിയിട്ട് ചോറുണ്ണാനിരിക്കാൻ പോവാട്ടോ. ആഹാ, കാണാൻ തന്നെ എന്ത് രസമല്ലേ. ഇക്രവും കണ്ണനും പിന്നെ കുഞ്ഞിനും കണ്ണേട്ടനും ഒക്കെ കഴിക്കാനിരുന്നു കേട്ടോ. ഇവരെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നത്. കുഞ്ചുന് ചോറുണ്ണാൻ എഴുതിയപ്പോൾ കുഞ്ചു കുരിശ് കണ്ട സാത്താൻ്റെ കൂട്ട് ഒഴിഞ്ഞു മാറി നടക്കാട്ടോ. ഹായ് ഗായ്സ്, ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നനഞ്ഞ് ചീഞ്ഞ വശതേ. അതുകൊണ്ട് ഒന്നും കൂടി ഇപ്പോൾ കുളിച്ച് റെഡിയായി നല്ല ഡ്രസ്സൊക്കെ മാറി വന്നിരുന്ന്. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു, കിട്ടുമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സീ യു.